കൊല്ലത്ത് സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ തന്നെ UDF സ്ഥാനാർത്ഥിയായേക്കും. CPM-ൽ KN ബാലഗോപാലിനാണ് കൂടുതൽ സാധ്യത. BJP സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയേക്കുമെന്നും സൂചനയുണ്ട്. ഇടതുപക്ഷത്തിന് സ്വാധീനമേറെയുള്ള കൊല്ലത്ത് മുതിർന്ന CPM നേതാവ് MABB പരാജയപ്പെടുത്തിയാണ് 2014 NK പ്രേമചന്ദ്രൻ മണ്ഡലത്തെ UDF-നൊപ്പം നിർത്തിയത്. 37,649 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് പ്രേമചന്ദ്രന്റെ വിജയം. മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് UDF ക്യാമ്പിൽ ചർച്ചയില്ല. മണ്ഡലത്തിൽ പ്രേമചന്ദ്രന് ഏറെ സ്വീകാര്യതയും നേടാനായിട്ടുണ്ട്. മികച്ച പ്രവർത്തനമാണ് NK പ്രേമചന്ദ്രനെന്ന് UDF-ഉം വിലയിരുത്തുന്നു. പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചത്, ലോക്സഭാ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചത് ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ശ്രീ NK പ്രേമചന്ദ്രനാണ്. നാടിൻ്റെ വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന നിറസാന്നിധ്യമായ അദ്ദേഹമായിരിക്കും UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന്. സിറ്റിംഗ് MP-യോട് ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് തന്നെയാണ് ഇടതുപക്ഷവും കണക്കുകൂടുന്നത്. അതിനാൽ മണ്ഡലം പിടിച്ചെടുക്കാൻ പ്രബലനായ സ്ഥാനാർത്ഥി വേണമെന്ന ചർച്ചയാണ് CPM-ൽ സജീവമായിരിക്കുന്നത്. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി എന്ന പരിഗണനയിലാണ് മുൻ ജില്ലാ സെക്രട്ടറി KN ബാലഗോപാലിന്റെ പേരിന് മുൻതൂക്കം ലഭിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നല്ല ശക്തനായ സ്ഥാനാർത്ഥി തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും UDF-ന് മണ്ഡലത്തിൽ വലിയ നഷ്ടമാണ് സംഭവിച്ചത്. എന്നാൽ ദേശീയ സംസ്ഥാന വിഷയങ്ങളിലും പ്രാദേശിക വിഷയങ്ങളിലും പ്രേമചന്ദ്രൻ ഇടപെടൽ മണ്ഡലത്തെ തുടയ്ക്കുമെന്നാണ് UDF പ്രതീക്ഷ. താരമൂല്യം പരിഗണിക്കുന്നതിന്റെ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ പേര് BJP സാധ്യതാ പട്ടികയിൽ ഒന്നാമതായത്. മാറിയ സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ വോട്ടർമാരുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പരിഗണിക്കും. അത് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ മുന്നേറ്റം ഈ കൊല്ലം പാർലമെൻറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാവിധമായിട്ടുള്ള സംവിധാനങ്ങളും സംഘടനാ തലത്തിൽ ഇപ്പോഴായി കഴിഞ്ഞു. അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തും. ദേശീയ വിഷയങ്ങൾക്കൊപ്പം കൊല്ലം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളും പ്രചരണായുധമാകുമ്പോൾ കൊല്ലത്തെ പോരാട്ടം കടുക്കുമെന്നുറപ്പാണ്. ജയിക്കാനുറച്ച ഇടതു വലത് മുന്നണികൾ ശക്തരെ രംഗത്തിറക്കുമ്പോൾ വോട്ട് ശതമാനം ഉയർത്തി നേട്ടമുണ്ടാക്കാനാണ് BJP നീക്കം. ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം ബിനിൽ സാബു, മീഡിയ 1, കൊല്ലം.